കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചതിനു ശേഷം കെ എം ഷാജഹാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. കേൾക്കാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 10-25 വർഷക്കാലമായി കേരളത്തിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് മുതൽ തന്നെ ഈ ലൈംഗികാരോപണ കേസുകളിലും സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെല്ലാം തന്നെ നിരന്തരമായി ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഞാൻ. VSൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഐസ്ക്രീം പാർലർ കേസ്, വിതുര കേസ്, അതുപോലെ തന്നെ കിളിരൂർ കേസ്, കവിയൂർ കേസ് മുതലായിട്ടുള്ള എല്ലാ സ്ത്രീപീഡന കേസുകളിലും ഇരകൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും അവസാനം ഈ വേടൻ്റെ വിഷയത്തിൽ പോലും ഇരയ്ക്ക് അനുകൂലമായിട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിലപാടെടുത്ത ഒരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഈ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു വാദം ഒരിടത്തും നിലനിൽക്കില്ല. അത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കോടതിയിലും അത് നിലനിന്നിട്ടില്ല. എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നെ വലിയ തോതിൽ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കുടുംബത്തിനെ വരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതൊന്നും തന്നെ നിലനിൽക്കില്ല. എനിക്കറിയില്ല, ഞാനൊരു ഇത്തരം പോരാട്ടങ്ങൾ ഒരു ജീവിതവ്രതമാക്കിയ മനുഷ്യനായി പോയതുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സമരം ചെയ്ത ഒരാളെന്നുള്ള നിലയിലും ഞാനത് തുടരുകയാണ്. എനിക്ക് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു. പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ല. എനിക്ക് 100-300ഓളം കോളുകളാണ് എനിക്ക് വന്നത്, ഭീഷണി കോൾ. ഞാൻ എല്ലാം ചെയ്തതെന്ന് വെച്ചാൽ വന്ന ഉടനെ തന്നെ ഞാനത് ഡിസ്കണക്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഞാൻ ഒന്നും എനിക്കെതിരെ കേൾക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 2000 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കെ എം ഷാജഹാൻ ജാമ്യം ലഭിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.